എന്റെ ഈ കൈകൊണ്ട് തന്നെ ശിവദാസന്റെ മകൾക്ക് അവാർഡ് കൊടുക്കേണ്ട ഗതികേട് വന്നല്ലോ. ഈ നാണക്കേട് തീരണമെങ്കിൽ അവള് ചാകണം. ഇനി എനിക്ക് ജീവനുള്ള അവളുടെ മുഖം കാണാൻ ഇടവരരുത്. ഹലോ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് ആന്റി. അവള് വീണോ? വീണു. നമ്മുടെ ശത്രു വീണു. ഇനി അവൾ ഒരിക്കലും തല പൊക്കില്ല. മരണത്തിന്റെ മടങ്ങി വരാത്ത ഗർത്തത്തിലേക്ക് അവൾ അധികം വൈകാതെ പതിക്കും. നാടകത്തിൽ അവൾ അവതരിപ്പിച്ച കഥാപാത്രമായ ജൂലിയറ്റും നാടകത്തിന്റെ അന്ത്യത്തിൽ വിഷം കുടിച്ചു മരിക്കും. ആ കഥാപാത്രത്തെ അവതരിപ്പിച്ച കല്യാണിയും വിഷം കുടിച്ചു മരണത്തോട് മല്ലടിക്കുന്നു. കഥാപാത്രത്തിന്റെയും അഭിനേത്രിയുടെയും നല്ല കാവ്യാത്മകമായ ഒരു അന്ത്യം. വിഷം കഴിച്ച് ചോര തുപ്പി പെടഞ്ഞുകൊണ്ടുള്ള ദയനീയമായ മരണം. എന്റെ ജീവിതം നശിപ്പിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയ അവിടുത്തെ അടുക്കളക്കാരിയുടെ ശല്യം എന്നേക്കുമായി അവസാനിക്കുവാണ് ആന്റി. മോളെ, ഇതൊരു സാധാരണ മരണമല്ല, കൊലപാതകോ. ഇനി ഇതിപ്പോ കറങ്ങിത്തിരിഞ്ഞ് നമ്മുടെ തലയിൽ തന്നെ വീഴുവോ? ആന്റി ആരോടാ സംസാരിക്കുന്നെന്ന് അറിയാമോ? ഈ സ്റ്റേറ്റിലെ ഹോം മിനിസ്റ്ററിന്റെ മകളോടാ. എന്റെ അച്ഛൻ പറയുന്നതാണ് പോലീസിന്റെ നിയമം. ഈ കേസ് അന്വേഷിക്കാനും ഇവിടുത്തെ പോലീസുകാർ തന്നെയല്ലേ വരിക. ആന്റി റിലാക്സ്ഡ് ആയിട്ടിരുന്നു. കല്യാണിയുടെ മരണത്തിന്റെ പേരിൽ ആന്റിയെയോ എന്നെയോ പോലീസുകാർ ഉപദ്രവിക്കില്ല. ഹോം മിനിസ്റ്ററിന്റെ മകളെ തൊടാനും വേണ്ടി മാത്രം ഒരു കാക്കയും ഒരു കാലത്തും വളർന്നിട്ടില്ല. ആന്റി സമാധാനമായിട്ട് പോയിക്കോ. നമ്മുടെ രണ്ടാളുടെയും ശത്രു തീർന്നു. തീർന്നതല്ല, നമ്മൾ തീർത്തതാ. ഇനി അവളുടെ ശല്യം ഉണ്ടാവില്ല, അത് ഉറപ്പ്. ഓക്കെ, ബൈ. ആവശ്യത്തിലേറെ ചിന്നുവിനെ പുകഴ്ത്തുകയാണല്ലോ. ഭദ്രേട്ടൻ അറിയൂ, സമ്മാനദാനം നടന്നപ്പോ ചിന്നു കുഴിഞ്ഞു വീണു. അയ്യോ, നാടകത്തിന്റെ ക്ലൈമാക്സ് ദുരന്തമായിരുന്നു. നാടകത്തിന്റെ പിരിമുറുക്കം കൊണ്ട് ചിലപ്പോ നാടകം കഴിഞ്ഞപ്പോ കുഴഞ്ഞു വീണതായിരിക്കും. എന്തായാലും അവള് സമ്മാനം വാങ്ങിച്ചല്ലോ. അവളുടെ കഷ്ടപ്പാടിനുള്ള പ്രതിഫലം കിട്ടിയല്ലോ. അല്ലെങ്കിലും ദുരന്ത നാടകത്തിന്റെ അവസാന രംഗം ദുരന്തമായിട്ടല്ലേ തീർക്കാൻ പറ്റൂ. സ്വന്തം കൈകൊണ്ട് വീണ്ടും എന്തെങ്കിലും പാതകം ചെയ്തു കുഞ്ഞോളെ. എന്റെ ഈ കൈകൾ കൊണ്ട് ഒരു വേലക്കാരിക്ക് സമ്മാനം കൊടുക്കേണ്ടി വന്നു. എനിക്ക് എന്നോട് തന്നെ അവജ്ഞയും അപമാനവും തോന്നി. ചന്ദ്രലേ, എന്താ? നമ്മുടെ ചിന്നു ചിന്നു നാടകത്തിന് പോയി. അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പ്രശ്നങ്ങളോ? എന്താ പ്രശ്നം? എന്താ സംഭവിച്ചത്? എനിക്കിപ്പൊ തന്നെ ചിന്നുവിനെ കാണണം. അറിയാലോ, അവൾ എനിക്ക് എന്റെ മോളെ പോലെയാ. എനിക്കിപ്പോ അവളെ കാണണം. എന്റെ കുഞ്ഞ് ഏത് ആശുപത്രിയിലാ? വരണ്ട ചന്ദ്രലേക്ക്, ഇപ്പൊ വരണ്ട. പേടിക്കത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ എന്തായാലും ഒന്ന് പോയിട്ട് വരാം. അത് ഞാൻ ചന്ദ്രലേക്ക് ഇപ്പം ഹോസ്പിറ്റലിലേക്ക് വരണ്ട. സീത ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. സീതയെ കൂടെ കൂട്ടാനും പറ്റില്ല.
ഈ അവസ്ഥയില് സീത ചിന്നുവിനെ കണ്ടാ തകർന്നു പോകും. ആദ്യം ഞാൻ ഹോസ്പിറ്റലിൽ എത്തട്ടെ, അതിനുശേഷം എന്ത് വേണമെന്ന് തീരുമാനിക്കാം. രണ്ടുപേരും കൂടി എങ്ങോട്ടാ? ഈ വീട്ടിലെ ഒരു കുട്ടി ഹോസ്പിറ്റലിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നത് കണ്ടിട്ട് നിന്നെ പോലെ ഇവിടെ വന്ന് നിൽക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാ. ഓ, ഹോസ്പിറ്റലിലേക്കാണോ? എന്നാ ഞാൻ തടയുന്നില്ല, വേഗം പോയിക്കോളൂ. പോകാം. പക്ഷെ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച നീ അതിന് സമാധാനം പറയേണ്ടി വരും. ഹ, ഞാൻ എന്ത് ചെയ്തുന്നാ? ഒരു പൊതുസ്ഥലത്ത് വെച്ച് അവള് തലകറങ്ങി വീണിട്ടുണ്ടെങ്കിൽ അതിന് ഞാനാണോ സമാധാനം പറയേണ്ടത്? ഇപ്പൊ തർക്കം വേണ്ട. അവക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ തിരിച്ചു വരും, ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോ എന്നോട് പറയാനുള്ള ഉത്തരങ്ങള് നീ തയ്യാറാക്കി വെച്ചാൽ മാത്രം മതി. ചിന്നുവിന് ഒരു അപകടവും സംഭവിക്കരുതെന്ന് നീ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. കാരണം ചിന്നുവിന് എന്തെങ്കിലും പറ്റിയ പിന്നെ കാണുന്നത് നീ ഇതുവരെ കണ്ട ജയരാമനെ ആയിരിക്കില്ല. അത് മറക്കണ്ട.